പേളിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ബുക്ക് സ്വന്തമായിട്ടൊരു ബുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ A4 സൈസ് പേപ്പേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു ഷീറ്റ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഷീറ്റും ഞാൻ 1 by 1 ആയിട്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കാം. അപ്പോൾ അത് അല്ലെങ്കിൽ 2 ഷീറ്റായിട്ട് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പേപ്പറും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത പോർഷൻ ഒരിക്കൽ കൂടെ നല്ല ഇതായിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ അകത്ത് തന്നെ ബാക്കി എല്ലാ പേപ്പേഴ്സും ഫോൾഡ് ചെയ്ത് വയ്ക്കുക കേട്ടോ. മീൻസ് 1 by 1 അകത്ത് തന്നെ വേറൊന്ന് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമ്മളതങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ അതിൽ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പെൻസിൽ, അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 and 14 ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പേപ്പറിൻ്റെ അളവ് എത്രയാണെന്ന് നമ്മൾ നോക്കുക, എന്നിട്ടാണ് നമ്മൾ മാർക്കിങ് ശരിയായി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാപ്ലറിൻ്റെ ഒരു പിന്ന് ഒറ്റയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പിന്ന് ഞാൻ ബുക്ക് നേരത്തെ ഇട്ട പോയിൻറ്റിൻ്റെ മേളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പാട് നമ്മുടെ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് പെൻസിലിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത് ഞാനിവിടെ ഒരു കോമ്പസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കോമ്പസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 50 പേപ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ. 50 പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു ബുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ 100 പേജസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം എനിക്ക് അതിൻ്റെ അത്രയും യൂസേജ് മാത്രമേ എനിക്ക് ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. സോ ഞാനിത് ഹോൾ ഇടുവാണ്. നല്ല പാടെടുത്തിട്ട് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഹോൾ ഇടുന്നത്. അപ്പോൾ കുറേ ടൈം എടുക്കും ഹോൾ ഇടാനൊക്കെ. ഈ കോമ്പസ് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അടിയിൽ കട്ടിങ് മാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സേഫ്റ്റി ആയിട്ട് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹോളിട്ടതിന് ശേഷം നമുക്ക് അടുത്ത് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗൺ ചാർട്ട് പേപ്പറാണ്. ഓക്കെ, കഴിഞ്ഞ ഷോർട്ട് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രൗൺ പേപ്പർ. ആ ബ്രൗൺ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ A4 സൈസിൻ്റെ അതേ ലെങ്ത്തിലും ഒക്കെ തന്നെയാണ് ഞാൻ ബ്രൗൺ പേപ്പർ മെഷർ ചെയ്ത് എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിൻ്റെ ഒരു കവറായിട്ടാണ് ഞാൻ ബ്രൗൺ പേപ്പർ
കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് തെർമോക്കോൾ കട്ട് യൂസ് ചെയ്തിട്ടാണ്. അതാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സിസറാണെങ്കിൽ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഈ ഒരു തെർമോക്കോൾ കട്ടർ യൂസ് ചെയ്താൽ കുറച്ച് ടൈമേ നമുക്ക് എടുക്കത്തുള്ളൂ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഹോളിട്ട് വച്ചിരുന്ന ബുക്കൊക്കെ ഈ പേപ്പർ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഹോളൊക്കെ ഇട്ട് വെച്ചിരുന്നല്ലോ. അപ്പോൾ അത് നമ്മളെടുത്ത് ചാർട്ട് പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതോടെ ഒപ്പം ഒന്നിച്ച് അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് നല്ല സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫോൾഡ് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ എടുത്തിട്ട് കൂടി ഞാനിവിടെ ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഷെൽഫിൽ മടക്കി ഒക്കെയാണ് വച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ബുക്കാക്കി ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ മാറും കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഒരിക്കൽ കൂടെ ഹോൾ ഇടാം കേട്ടോ. അപ്പോൾ നേരത്തെ ഹോൾ ഇട്ടപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ടില്ലായിരുന്നു. ചാർട്ട് പേപ്പർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും നമ്മൾ ഹോൾ ഇടുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചാർട്ട് പേപ്പറിൽ ഒരു തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് അത് ചിലപ്പോൾ ഹോളായിട്ട് തന്നെ വീണിക്കാം. അപ്പോൾ ഇതെനിക്ക് ഹോളായിട്ട് വീഴ്ത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാർക്ക് പോലെ എനിക്ക് അവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചാർട്ട് പേപ്പർ മാത്രമേ ആയിട്ട് എടുത്തിട്ട് അത് ഞാൻ വീണ്ടും ഹോളിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഹോളിടുവാണ് കേട്ടോ. വീണ്ടും പേപ്പറൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഹോളിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബുക്കൊക്കെ വയ്ക്കുന്ന പൊസിഷൻസും എല്ലാം കറക്റ്റായിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റാപ്ലർ പിന്ന് ഒറ്റയായിട്ട് വലിയൊരു സ്റ്റാപ്ലർ പിന്നാണ് കേട്ടോ. വലിയ ഒരു സ്റ്റാപ്ലറാണ്, അതിൻ്റെ പിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒറ്റയായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമായിട്ട് എടുത്തിട്ട് ഞാൻ ആ ഒരു കവർ പോർഷനിൽ നല്ല ഭാഗവും ഈ ബുക്കിൻ്റെ അകത്ത് നമ്മൾ ഇത് ഒടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ആ ഒരു സ്റ്റാപ്ലറിൻ്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ, അത് ഒടിച്ച് വയ്ക്കാതൊക്കെ ആയിട്ട് നമ്മൾ ബുക്കിൻ്റെ അകത്തായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. നമ്മൾ സാധാരണ ബുക്കൊക്കെ കണ്ടിട്ടില്ല, അതേപോലെയാണ് കേട്ടോ ഞാനിവിടെയും ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ പോലും നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ചിലപ്പോൾ അത് ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ അറ്റമൊക്കെ. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കയറി മുറിഞ്ഞെന്നിരിക്കാം. അപ്പോൾ നല്ലതായിട്ട് കെയർഫുള്ളായിട്ടാണ് കേട്ടോ ഈ ഒരു പാർട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭയങ്കര പാടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം തയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബുക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ബുക്കിൻ്റെ അറ്റത്ത് നമ്മൾ പേപ്പറൊക്കെ ചെറുതായിട്ട് പോർഷൻസൊക്കെ തള്ളി നിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനാണ് അടുത്ത പണി. അപ്പോൾ അതൊക്കെ കുറച്ച് പണിയുള്ള ഒരു പാടായിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി വേണം ചെയ്യാൻ. അതേപോലെ തന്നെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് നേരത്തെ ബുക്കായിട്ട് ഫോൾഡ് ചെയ്ത ആ ഒരു പോർഷൻ സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് മര്യാദയ്ക്കൊന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇനിയിപ്പോൾ ഈ ബുക്കിൽ എഴുതാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.